കെ.എ. അമ്പാടിയുടെ രചനയിൽ ജിജോ ആന്റണി സംവിധാനം ചെയ്ത ചിത്രമാണ് പോക്കിരി സൈമൺ. സെൻട്രൽ ജയിലിലെ അടുക്കളയാണ് രംഗം. തടവുപുള്ളി കഥ പറയുകയാണ്. ഇദ്ദേഹം ആസ്ഥാന നഗരത്തിലെ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു. കേരളത്തിലുള്ള വിജയ് ഫാൻസിന്റെ ശക്തിയെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത്. വിജയ്ക്ക് വേണ്ടി ചാകാൻ തയ്യാറാകുന്ന കുറച്ച് ആരാധകരെ പരിചയപ്പെടുത്തുകയാണ് CI. ഇത് ജെന്നിഫർ, ജെന്നി എന്ന് വിളിക്കും. എന്നെങ്കിലും വിജയെ ഒന്ന് കാണണം, കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം, പറ്റിയാൽ കൂടെ അഭിനയിക്കണം. അതാണ് ഈ വിജയ് ഫാനിന്റെ മോഹം. ഇത് ലവ് ടുഡേ ഗണേശ്, ജെന്നിഫറിന്റെ അച്ഛൻ, കട്ട വിജയ് ഫാൻ, ഓട്ടോ ഡ്രൈവറാണ്. ഇത് ഹനുമാൻ ബിജു, വിജയുടെ ബോഡിഗാർഡ് ആകാനുള്ള കഠിന പരിശ്രമത്തിലാണ് ആശാൻ. അമ്മയുടെ ചിട്ടിപ്പൈസ എടുത്ത് ചെന്നൈയിൽ വിജയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ പോയ വിജയ് ഫാൻ. ഇത് ഭീമാപ്പള്ളി നൌഷാദ്, ഗില്ലി യൂണിറ്റ് പ്രസിഡന്റാണ്. കേരളത്തിലെ വിജയ് ഫാൻസിൽ നമ്പർ 1 ആണെന്നാണ് അവകാശവാദം. വിജയ് നേരിട്ട് കണ്ടാൽ ഡേ നൌഷാദ് എന്നൊക്കെ വിളിക്കുമെന്നാണ് ആശാൻ പറയുന്നത്. പ്രൊഫസർ സീതാറാം ISROയിലെ മുതിർന്ന ശാസ്ത്രജ്ഞനാണ്. ഇപ്പോൾ വിരമിച്ചു. പുതിയ ചുമതലയേൽക്കാൻ പോകുന്നു. എന്താണെന്നല്ലേ? വിജയ് ഫാൻ യൂണിറ്റ് പ്രസിഡന്റ്. പോക്കിരി സൈമൺ, കട്ട വിജയ് ഫാൻ. വിജയ് പടം റിലീസിന്റെ ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. ആഘോഷത്തിമിർപ്പിൽ റോഡ് ബ്ലോക്ക് ആയതറിഞ്ഞില്ല. ബ്ലോക്കിൽ മന്ത്രിയും കുടുങ്ങി. മന്ത്രിയുടെ കോൾ സ്റ്റേഷനിൽ എത്തിയതോടെ വിജയ് ഫാൻസിനെ SI പൊക്കി. പോക്കിരി സൈമണും ഭീമാപ്പള്ളി നൌഷാദും ഹനുമാൻ ബിജുവും ലവ് ടുഡേ ഗണേശുമെല്ലാം സ്റ്റേഷനിൽ. ഇതിനിടയിൽ സ്റ്റേഷനിൽ കുട്ടി മിസ്സായ കേസുമായി ദമ്പതികൾ. CI അലക്സ് ഫാൻസുകാർക്ക് സപ്പോർട്ടാണ്. പ്രൊഫസർ സീതാറാം വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് CI SIയെ വിളിച്ച് വിജയ് ഫാൻസിനെ സ്റ്റേഷനിൽ നിന്ന് വിടുന്നു. വിജയ് ഫാൻസിനെ കളിയാക്കുന്ന SIക്ക് പ്രൊഫസർ സീതാറാം മറുപടി കൊടുക്കുന്നു. കാണുമ്പോഴുള്ള ഒരു ത്രിൽ, കോൺഫിഡൻസ്, എനർജി, അതാണ് വിജയ്. പോക്കിരി റിലീസും കട്ടൗട്ട് വയ്ക്കലും എല്ലാം കുളമായതിന്റെ വിഷമത്തിലാണ് ഫാൻസ്. പോലീസ് കേസ് ആയത് ചെന്നൈ ഓഫീസിൽ അറിഞ്ഞു. മോശമായി പോയി. ബിജു പലചരക്ക് കടയിൽ വയസ്സായ അച്ഛനെ സഹായിക്കാതെ ഡയലോഗ് അടിച്ച് ആളാകാൻ നോക്കി. അച്ഛൻ തല അടിച്ചു പൊട്ടിച്ചു. വെള്ളമടിച്ച് വീട്ടിൽ വന്ന സൈമണിനെ അമ്മ പൊക്കുന്നു. കൂട്ടുകാർ PSC എഴുതി ജോലി വാങ്ങിയ കാര്യം അമ്മ ഓർമ്മിപ്പിക്കുന്നു. വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ് സൈമണനെ. ജെന്നിഫർ പ്രാക്ടീസിലാണ്. എന്നെങ്കിലും വിജയ് അണ്ണന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയാലോ? ഉറപ്പ് കൊടുക്കുകയാണ് സൈമൺ. അപ്പനും മകനും ഒരുമിച്ചിരുന്നാണ് വെള്ളമടി. CIയും ഉണ്ട്. അപ്പൻ തുടങ്ങിവെച്ച പാർട്ടി ടിക്കറ്റിൽ ഇലക്ഷനിൽ മത്സരിക്കാൻ ആലോചനയുണ്ട് CI അലക്സിന്. സൈമണോട് വിവാഹകാര്യം സൂചിപ്പിക്കുകയാണ് അപ്പൻ. എന്നാൽ തുപ്പാക്കി 22ാം തവണ കാണാൻ പോയപ്പോൾ തിയേറ്ററിൽ എഴുന്നേറ്റു നിന്ന് വിസിലടിച്ച ഒരു പെൺകുട്ടിയുണ്ട്. അവളെ തന്നെ കല്യാണം കഴിക്കൂ എന്ന് സൈമൺ. ബ്രോക്കർ ത്രേസ്യ ചേച്ചി പറഞ്ഞ പെണ്ണിനെ പോയി കാണാൻ അപ്പൻ പറയുന്നു. എന്നാൽ പോയേക്കാം എന്ന് സൈമൺ. ആള് മറിയാമയാണ്. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. സൂര്യ ഫാനാണ് പോലും. ശരിയാകില്ല. ഇതിനിടയിൽ ചെന്നൈയിൽ നിന്ന് ഒരു ഫോൺ കോൾ. വേറെ പണിയൊന്നുമില്ല എന്ന് പെണ്ണ് വീട്ടുകാർക്ക് മനസ്സിലായി. പെണ്ണ് കാണലും കുളമായി. അർജുനൻ മുതലാളി തലസ്ഥാന നഗരിയിലെ വലിയ പുള്ളിയാണ്. പക്ഷേ തട്ടുകട സെറ്റപ്പാണ് കൂടുതൽ ഇഷ്ടം. അർജുനന്റെ അനുജന്റെ ഫോൺ കോൾ. കോശി ഡോക്ടറുടെ അസിസ്റ്റന്റ് ജോമോൻ ഹോസ്പിറ്റലിലെ കമ്പ്യൂട്ടറിൽ നിന്ന് ചില വിവരങ്ങൾ കോപ്പി ചെയ്ത കാര്യം പറയുന്നു. എന്നാൽ ഡോക്യുമെന്റ്സ് പുറത്തു പോയിട്ടില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുമുണ്ട്. ഡോക്ടർ ജോമോനെ തീർക്കാൻ പദ്ധതി. ബൈക്കിൽ പോകുന്ന ജോമോനെ അർജുനന്റെ ആളുകൾ തീ കൊളുത്തി കൊല്ലുന്നു. പുറംപോക്കിലെ ജനങ്ങളെ ഒഴിപ്പിച്ച് സ്ഥലം കയ്യേറാൻ ഉദ്യോഗസ്ഥനെ സ്വാധീനിക്കുന്ന അർജുനൻ. അർജുനന്റെ കോളേജിലെ പ്രിൻസിപ്പൽ കാണാൻ വരുന്നു. അർജുനന്റെ സ്വത്തും സ്വാധീനവും വലുതാണെന്ന് കാണിക്കുന്നു. ജോമോൻ മരിച്ചിടത്ത് പോലീസ് പരിശോധന. സൈമന്റെ അച്ഛൻ യേശുദാസുമുണ്ട്. ക്രിക്കറ്റ് കളിയിലാണ് വിജയ് ഫാൻസ്. അതവളല്ലേ? തുപ്പാക്കി ഷോയിൽ എഴുന്നേറ്റ് നിന്ന് വിസിലടിച്ച അവൾ? അതെ. മുട്ടി നോക്കാൻ സൈമൺ. നോ, രക്ഷയില്ല. കളി സൈമണോടോ? ജെന്നിഫറിന് ഡാൻസ് പഠിക്കണം. ഇതെന്റെ അനിയത്തിയാണ്. ഇവളെ ഒന്ന് ഡാൻസ് പഠിപ്പിക്കണം. ആദ്യം നോ പറഞ്ഞ ടീച്ചർ ജെന്നിമോളുടെ നമ്പറിൽ വീണു. ഇവളെയെ കെട്ടു എന്നാണ് സൈമൺ അപ്പനോട് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയെങ്കിലും വീഴ്ത്തണം. പ്രൊഫസർ സീതാറാമും കട്ട സപ്പോർട്ട്. ദീപ ടീച്ചറെ വളയ്ക്കാൻ ഏറ്റവും പുതിയ തന്ത്രവുമായി സൈമൺ. ടീച്ചറുടെ പെറ്റ് റൗഡിയെ അങ്ങടിച്ചു മാറ്റി സൈമൺ. ഡാൻസ് ക്ലാസ്സിനെത്തുന്ന ജെന്നിയോടും സൈമണോടും ടീച്ചർ പറയുന്നു,
ഇന്ന് ഡാൻസ് ക്ലാസ് ഇല്ല, എൻ്റെ പെറ്റ് റൗഡിയെ കാണാനില്ല എന്ന്. എൻ്റെ കൂടെ വന്നാൽ റൗഡിയെ കണ്ടുപിടിച്ചു തരാമെന്ന് സൈമൺ. നിവൃത്തികേട് കൊണ്ട് ദീപ ടീച്ചർ സൈമന്റെ കൂടെ ഇറങ്ങിത്തിരിച്ചു. റൗഡിയെ കണ്ടുകിട്ടണമല്ലോ. പക്ഷേ കുറെ അലഞ്ഞിട്ടും സൈമൺ റൗഡിയെ കൊടുത്തില്ല. ഇനി പിന്നാലെ വരാൻ പറ്റില്ലെന്ന് ദീപ. എന്നാൽ പിറ്റേ ദിവസം റൗഡിയെ സൈമൺ ദീപയുടെ വീട്ടിലെത്തിക്കുകയാണ്. CI അലക്സ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിനെക്കുറിച്ച് ചർച്ച. ഇതിനിടയിൽ സൈമണും കൂട്ടരും CI അലക്സിനെ കാണാൻ എത്തുന്നു. വിജയുടെ കട്ടൗട്ട് വയ്ക്കാൻ സംഭാവന വേണം. വാചകമടിച്ച് അതും ഫാൻസ് വാങ്ങിയെടുത്തു. അർജുനന്റെ അനിയൻ ഇന്ദ്രൻ രാത്രി കാറിൽ യാത്ര ചെയ്യുന്നു. മുൻപിൽ ബ്ലോക്കുണ്ടാക്കി വിജയുടെ കട്ടൗട്ടുമായി ഓട്ടോറിക്ഷകൾ. കലിപ്പിൽ വണ്ടി ഓട്ടോയിൽ ഇടിപ്പിക്കുന്നു. കഷ്ടപ്പെട്ടുണ്ടാക്കിയ കട്ടൗട്ട് കഷണങ്ങളായി. കൺട്രോൾ വിട്ട രസികർ ഇന്ദ്രന്റെ കാർ അടിച്ചു പൊളിക്കുന്നു. അവരെ ആക്രമിക്കുന്നു. കട്ട ഫൈറ്റ്. പടം റിലീസിന്റെ അന്ന് രാത്രി SI നൌഷാദിനെയും സൈമണെയും പൊക്കുന്നു. ഇന്ദ്രനെ തല്ലിയ കേസിലാണ്. ഇന്ദ്രനും കൂട്ടരും ആശുപത്രിയിൽ. തൽക്കാലം തിരിച്ചടിക്കേണ്ടെന്ന് അർജുൻ പറയുന്നു. CI അലക്സ് വന്ന് സൈമണെയും നൌഷാദിനെയും ഇറക്കുന്നു. ജോമോന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഐപാഡ് തൊണ്ടിമുതലിന്റെ കൂട്ടത്തിൽ പെട്ടു. അത് യേശുദാസ് എന്ന പോലീസുകാരന്റെ കയ്യിലാണെന്ന് ഇന്ദ്രൻ പറയുന്നു. അങ്ങനെ ഐപാഡ് ചോദിക്കാൻ അർജുനന്റെ ഗുണ്ടകൾ യേശുദാസിന്റെ വീട്ടിൽ. ഉടൻ സൈമൺ എത്തുന്നു. ഉഗ്രൻ ഫൈറ്റ്. ഗുണ്ട ബാസ്റ്റിനും സംഘവും ഓടിത്തടിയെടുത്തു. ഈ ഐപാഡ് ഹനുമാൻ ബിജു അടിച്ചു മാറ്റിയിരുന്നു. ബിജുവിന് അങ്ങനെയൊരു രോഗമുണ്ട്. ഒരു കോൾ വരുന്നു. ആളെ മനസ്സിലായി അവർക്ക്. സൈമണാണ്. ഏതായാലും അത് തിരികെ കൊടുത്ത് മാപ്പ് പറയാൻ തീരുമാനിച്ചു. പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് സൈമണെ പുറത്തിറക്കേണ്ട എന്ന് വീട്ടുകാർ. പച്ചക്കറിയൊക്കെ അരിഞ്ഞ് ഇങ്ങനെ പോകുന്നു. എന്നാൽ പുറത്തിറങ്ങാൻ ഒരവസരം വന്നു. പെങ്ങളുടെ കോളേജിൽ ഒരു ചെറിയ പ്രശ്നം. ചില വായ്നോക്കികൾ പെങ്ങളെ ശല്യം ചെയ്യുന്നു. ഒന്ന് പോയി നോക്കാം. എന്നാൽ ബിജുവാണ് ഇവിടെ സ്റ്റാർ ആയത്. ദീപയ്ക്ക് വിവാഹാലോചന. പെണ്ണുകാണൽ ചടങ്ങ് നടക്കുകയാണ്. ദീപയ്ക്ക് തീരെ താല്പര്യമില്ല. സൈമണെ വിളിച്ച് ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിക്കുകയാണ് ദീപ. എന്നുവെച്ചാൽ ദീപയ്ക്ക് സൈമണെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്ന്. ജെന്നിയെ ഡാൻസ് ക്ലാസ്സിന് വിടാൻ എത്തുമ്പോൾ സൈമണോട് ദീപയുടെ അച്ഛൻ കയർക്കുകയാണ്. അവരുടെ ബന്ധം അറിഞ്ഞാണ് അച്ഛൻ സംസാരിക്കുന്നത്. ജോലിയും കൂലിയും സാമ്പത്തിക ശേഷിയും ഇല്ലാത്തവൻ എന്നു പറഞ്ഞ് സൈമണെ പരിഹസിച്ച് ഇറക്കി വിടുകയാണ് ദീപയുടെ അച്ഛൻ. ജെന്നിയെ വീട്ടിലെത്തിക്കുന്നതിനിടയിൽ ദീപയുടെ ഫോൺ കോൾ. ഉടൻ ജെന്നിയെ വീടിനടുത്ത് ഇറക്കിവിട്ട് സൈമൺ ദീപയെ കാണാൻ പോകുന്നു. ദീപ വീട് വിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഒരു ദിവസം ദീപയെ കാണാതെ മാതാപിതാക്കൾ വിഷമിക്കുന്നു. എന്നാൽ സൈമൺ ദീപയെ വീട്ടിൽ തിരിച്ചെത്തിക്കുന്നു. ജോലി വാങ്ങി താൻ അപ്പയെ പറഞ്ഞുവിടും. അതുവരെ ദീപയെ കെട്ടിച്ചയക്കരുത് എന്നു പറഞ്ഞ് സൈമൺ പോകുന്നു. ദീപയെ വീട്ടിൽ തിരികെ വിട്ടതിൽ അമ്മ പരിഭവം പറയുന്നുണ്ട്. ഒപ്പം PSC പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനും പ്രേരിപ്പിക്കുകയാണ് അമ്മ. പെട്ടെന്നാണ് ഗണേശൻ കയറി വരുന്നത്. ജെന്നിഫർ എവിടെ എന്ന് ഗണേശൻ. ജെന്നിയെ വീട്ടിൽ വിട്ടിട്ടാണ് പോയതെന്ന് സൈമൺ പറയുന്നു. ജെന്നിഫറെ കാണാതായിരിക്കുന്നു. അവർ അന്വേഷണം ആരംഭിച്ചു. അടുത്ത വീടുകളിലും ജെന്നിമോൾ ഇല്ല. വിവരം എല്ലാ കൂട്ടുകാരെയും അറിയിച്ചു. രാത്രി മുഴുവൻ എല്ലാവരും അന്വേഷണത്തിലായി. പോലീസിലും വിവരമറിയിച്ചു. ഇതിനിടയിൽ CI അലക്സിനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പ്രൊഫസർ സീതാറാം. രാത്രി ബുള്ളറ്റിൽ സൈമൺ ഒറ്റയ്ക്ക് ജെന്നിയെ അന്വേഷിച്ച് നടക്കുകയാണ്. മടുത്ത് ഫുട്പാത്തിൽ ഇരിക്കുന്ന സൈമന്റെ അടുത്തേക്ക് കൈക്കുഞ്ഞുമായി ഒരു കുട്ടി ഭിക്ഷ യാചിക്കാനെത്തി. കൈക്കുഞ്ഞിനെ കണ്ട് സംശയം തോന്നിയ സൈമൺ കുട്ടിയോട് കാര്യം തിരക്കുന്നു. ഈ കുട്ടിയെ എവിടുന്ന് കിട്ടി? എനിക്കറിയില്ല എന്ന് പറഞ്ഞ കുട്ടി മുരുകനെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഉടൻ സൈമൺ മുരുകനെ പിടിക്കാൻ ഓടുന്നു. മുരുകനുമായുള്ള മൽപ്പിടുത്തം കണ്ട മറ്റൊരു തമിഴ് സ്ത്രീ വിവരം ആരെയോ വിളിച്ചു പറയുന്നുണ്ട്. പൊടുന്നനെ ഒരു ജീപ്പ് വന്ന് 2 കുട്ടികളെയും കയറ്റിക്കൊണ്ടുപോകുകയാണ്. സൈമൺ ആ ജീപ്പിന് പിന്നാലെ. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ജീപ്പിൽ നിന്ന് കൈക്കുഞ്ഞിനെ പുറത്തേക്കെറിയുന്നു. സൈമൺ ചാടി വീണ് കുഞ്ഞിനെ പിടിക്കുന്നു. സുരക്ഷിതമായി കുട്ടി ആശുപത്രിയിലെത്തുകയാണ്. CI അലക്സിന്റെ അമ്മായിയച്ഛൻ മരിച്ചതിനാൽ CI മരണവീട്ടിലാണ്. ഇതിനിടയിൽ ജെന്നിയെ കാണാതായ കാര്യം പ്രൊഫസർ സീതാറാം CIയെ വിളിച്ചു പറയുന്നു. പേടിക്കണ്ടെന്ന് പറഞ്ഞ് CI ആശ്വസിപ്പിക്കുന്നുണ്ട്. കുട്ടികളെ മിസ്സാകുന്നത്
തിരുവനന്തപുരത്ത് നിന്ന് മാത്രം 1500 കുട്ടികളെ കാണാതായിട്ടുണ്ട്. ചില കേസുകൾ നാടോടികൾ പിടിച്ചുകൊണ്ടുപോയതാണ്, ചിലതിന് തെളിവില്ല എന്നും ഡോക്ടർ സീതാറാം പറയുന്നു. മുരുകൻ സൈമന്റെ കസ്റ്റഡിയിലാണ്. വിജയ് സിനിമയുടെ രംഗം കാണിച്ച് ഭയപ്പെടുത്തുകയാണ് സൈമൺ. മുരുകൻ കാര്യങ്ങൾ തുറന്നു പറയുന്നു. അർജുനൻ നിരവധി കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതായും സൈമണോട് മുരുകൻ പറയുന്നുണ്ട്. സൈമന്റെ അപ്പന്റെ ഫോൺ കോൾ. ജെന്നിമോൾ പൂജപ്പുര സ്റ്റേഷനിൽ ഉണ്ടെന്ന്. ആരോ ക്ഷേത്രമുറ്റത്ത് കുട്ടിയെ കിടത്തിയിട്ട് പോയതാണത്രേ. ജെന്നിയെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. കുട്ടി ഓക്കെയാണെന്ന് ഡോക്ടർ. ജെന്നിഫറെ കണ്ടുകിട്ടിയ സന്തോഷത്തിൽ ഗണേശനും കൂട്ടുകാരും. സൈമൺ ജെന്നിയെ കാണുന്നു. ആസ്ഥാനത്ത് നടക്കുന്ന ചൈൽഡ് മിസ്സിംഗ് കേസുകളിൽ അർജുനനുള്ള പങ്കിനെക്കുറിച്ച് സൈമൺ തന്റെ പിതാവിനോട് പറയുന്നുണ്ട്. എന്നാൽ അർജുനനെ പൂട്ടണമെങ്കിൽ അത് അതുപോലൊരു വലിയ ലോക്കായിരിക്കണം എന്നാണ് പോലീസ് കൂടിയായ യേശുദാസ് പറയുന്നത്. ബിജു ഐപാഡ് അടിച്ചു മാറ്റിയപ്പോൾ അതിലെ ഫയലുകൾ കോപ്പി ചെയ്തിരുന്നു. അതിൽ ഡോക്ടർ ജോമോൻ ക്യൂൻ ആശുപത്രിയിൽ നിന്നെടുത്ത ഡോക്യുമെന്റ്സും ഉണ്ടായിരുന്നു. ഈ വിവരമനുസരിച്ച് ക്യൂൻ ഹോസ്പിറ്റലിൽ സമീപകാലത്തെ ഡെത്ത് കേസുകളുടെ അഡ്രസ് നോക്കി മരിച്ചവരുടെ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കുകയാണ് സൈമണും ബിജുവും. അശ്വതി മരിച്ചത് ആക്സിഡന്റിൽ ക്യൂൻ ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തിരുന്നത്. പിന്നീട് ബ്രെയിൻ ഡെത്ത്. തലവേദന വന്ന് ഒരു കന്യാസ്ത്രീ അഡ്മിറ്റായതും ബ്രെയിൻ ഡെത്തായി. അതും ക്യൂൻസ് ഹോസ്പിറ്റലിൽ വെച്ച്. കന്യാസ്ത്രീയുടെ അവയവങ്ങൾ ദാനം ചെയ്തതായും സൂചിപ്പിക്കുന്നുണ്ട്. സൈമൺ നൌഷാദിനെ വിളിച്ച് അഫ്സലിന്റെ നമ്പർ ചോദിക്കുന്നു. എന്നാൽ പെയിന്ററായിരുന്ന അഫ്സൽ കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ചു. 3 മാസമായെന്നും നൌഷാദ്. അതും ക്യൂൻ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു മരിച്ചത് എന്നും നൌഷാദ് പറയുന്നുണ്ട്. ഡോക്ടർ ജോമോന്റെ ഒരു പേഷ്യന്റ് അത്ര സീരിയസ് അല്ലാതിരുന്ന കേസ്. വേഗം സുഖപ്പെടും എന്നു പറഞ്ഞ് ആശ്വസിപ്പിച്ചതാണ് ഡോക്ടർ. എന്നാൽ മറ്റൊരു ഡോക്ടർ വന്ന് ഒരു ഇഞ്ചക്ഷൻ നൽകി. പിന്നീട് ആ കുട്ടിയും മരിച്ചു. സംശയം തോന്നിയ ഡോക്ടർ ജോമോൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്. എന്നാൽ ഡോക്ടർ ജോമോനെ ഡോക്ടേഴ്സ് പുറത്താക്കുന്നു. കുട്ടിയെ കൊന്നതാണെന്ന കാര്യം പാരന്റ്സ് അറിയുന്നു. അക്കാര്യം അവർ സൈമണോട് തുറന്നു പറയുന്നു. രക്ഷപ്പെടാവുന്ന കേസുകൾ പോലും ബ്രെയിൻ ഡെത്താണെന്ന് പറയും. പിന്നീട് അവയവങ്ങൾ വിൽക്കും. ഇതാണ് ക്യൂൻ ഹോസ്പിറ്റലിൽ സംഭവിക്കുന്നത്. ക്യൂൻ ഹോസ്പിറ്റലിന്റെ ഉടമ അർജുൻ ആണെന്ന സത്യം സൈമൺ തിരിച്ചറിയുന്നു. കൂടാതെ തട്ടിക്കൊണ്ടുപോകുന്ന കുട്ടികളെ അവയവ കച്ചവടത്തിനായി കൊണ്ടുപോകുന്നുമുണ്ട്. അർജുനനെ ലോക്ക് ചെയ്യാൻ തന്നെ നിശ്ചയിച്ച് സൈമൺ. കാര്യങ്ങൾ CI അലക്സിനോട് പറയുന്ന സൈമണും കൂട്ടുകാരും CIയെയും കൂട്ടി അർജുനന്റെ തട്ടകത്തിലേക്ക്. CI അലക്സിന്റെ ഭാവം മാറുന്നു. വില്ലൻ താനാണെന്ന് വെളിപ്പെടുത്തുന്നു. ജെന്നിമോളെ തട്ടിക്കൊണ്ടുപോയ ദിവസം പ്രൊഫസർ സീതാറാം വിളിച്ചു പറഞ്ഞപ്പോൾ CI അലക്സ് പറഞ്ഞിട്ടാണ് ജെന്നിയെ തിരികെ കൊടുത്തതെന്നും CI പറയുന്നുണ്ട്. എന്തിനാണ് എനിക്ക് നേരെ വന്നതെന്ന് പറഞ്ഞ് സൈമണ് നേരെ CI തോക്കു ചൂണ്ടുമ്പോൾ സാറാണ് കഥയിലെ വില്ലൻ എന്ന് ഞങ്ങൾ നേരത്തെ അറിഞ്ഞു എന്ന് പറഞ്ഞ് സൈമൺ ചിരിക്കുന്നു. കസ്റ്റഡിയിലുള്ള മുരുകനെ കാണിക്കുന്നു. ഫൈറ്റിനിടയിൽ അണ്ണനെ പോലെ കണ്ടു, അതുകൊണ്ടാണ് കൊല്ലാതെ വിടുന്നതെന്ന് CIയോട് സൈമൺ പറയുന്നു. അങ്ങനെ CI അലക്സും കൂട്ടരും അഴിക്കുള്ളിലേക്ക്. ജയിലിലെ അടുക്കളയിൽ നിന്ന് CI അലക്സ് വിജയ് ഫാൻസിന്റെ ശക്തിയെക്കുറിച്ചും തന്റെ ഭൂതകാല ജീവിതത്തെക്കുറിച്ചും പറയുകയായിരുന്നു. അങ്ങനെ വിജയ് ഫാൻസിന്റെ സ്ട്രെങ്ത് എന്താണെന്ന് CI അലക്സിനും സംഘത്തിനും മനസ്സിലായി. CI മാത്രമല്ല, അർജുനനും ഇന്ദ്രനുമൊക്കെ ഈ ജയിലിൽ തന്നെയുണ്ട്. സൈമൺ PSC പരീക്ഷയൊക്കെ എഴുതി, ജോലിയും കിട്ടി. പോലീസിലാണ്. ജോലി കിട്ടിയാൽ ദീപ ടീച്ചറെ കെട്ടാമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. ഹലോ, ഞാൻ ഡ്യൂട്ടിയിൽ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. തിയേറ്ററിൽ നിന്നും ദീപ ടീച്ചർ. പടം തുടങ്ങാറായി, വേഗം വാ എന്ന്. ദാ എത്തിയെന്ന് സൈമൺ. പോലീസായാലും ശരി, പോക്കിരി സൈമൺ എന്നും വിജയ് ഫാൻ തന്നെ.